സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഷർമെന്റ് ഓഫ് ടൈം ആൻഡ് മോഷൻ എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ, മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഒരു കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പോൾ അത് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അടുത്ത വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതോ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുത്താൽ മതി, അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആണ് വേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള ചാപ്റ്റർ നമുക്ക് അടുത്തതായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമന്റ് കണ്ടു. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ? അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. എന്നാലല്ലേ നമുക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഇനിയും നമുക്ക് വീഡിയോസ് ഇടാനൊക്കെ ഉള്ള ഒരു എനർജി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ സിമ്പിൾ പെൻഡുലം ഒക്കെ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എവിടം വരെയാണ് പഠിച്ചു നിർത്തിയത്? നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മുടെ പോർഷനിലോട്ട് പോവാണ്. ഈ സ്പീഡൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മൾ ആവറേജ് സ്പീഡാണ് കാണുന്നത്. അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, സ്കൂട്ടർ, മോട്ടോർ ബൈക്ക്, കാറ്, ബസ്, ഇതിലൊക്കെ നിങ്ങൾ ഇങ്ങനെയൊരു ഡിവൈസ് കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? ഇത് രണ്ട് ഡിവൈസ് ആണ്. ഒന്ന് സ്പീഡോമീറ്റർ എന്നും ഒന്ന് എന്താണ്? ഓഡോമീറ്റർ എന്നും. എന്താണ് സ്പീഡോമീറ്റർ? ആ പേര് പോലെ തന്നെ എന്താണ്? ഒരു അവറിൽ എത്ര സ്പീഡിലാണ് ആ വെഹിക്കിളിന്റെ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓഡോമീറ്റർ എന്താണ്? ഈ കാണുന്നത് കണ്ടോ, ഈ നമ്പർ ഇങ്ങനെ മാറുന്നത്? ആ ഒരു കാറ് എത്ര ഡിസ്റ്റൻസ് വരെ ട്രാവൽ, അല്ലെങ്കിൽ ആ ഒരു വാഹനം എത്ര ഡിസ്റ്റൻസ് വരെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാനുള്ളതാണ് ഓഡോമീറ്റർ. വളരെ എളുപ്പമല്ലേ? എന്താണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്? സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് മെഷർ, ഇൻസ്ട്രുമെന്റ് വിച്ച് മെഷർ ഡിസ്പ്ലേ ദ വെഹിക്കിൾ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അനദർ ഇൻസ്ട്രുമെന്റ് നോൺ ആസ് ഓഡോമീറ്റർ. ഇതെന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ഫിറ്റഡ് ഓൺ ദ വെഹിക്കിൾ ദാറ്റ് മെഷർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾ ഇൻ കിലോമീറ്റർ. ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കാം. ക്ലിയർ? ഇനി നിങ്ങൾ ഈ മാരത്തോൺ കണ്ടിട്ടുണ്ടോ? മാരത്തോൺ എന്തായാലും നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? എല്ലാവരും ഒരുപോലെയാണോ ഓടുന്നത്? ഒരേ സ്പീഡിൽ ഒരേ രീതിയിലാണോ ഓടുന്നത്? അല്ല. എങ്ങനെയായിരിക്കും? ചില ആൾക്കാർക്ക് വളരെ സ്പീഡ് കൂടുതലായിരിക്കും. ചില ആൾക്കാർ എന്താണ്? സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് പിന്നെ സ്ലോ ആക്കുന്നത് കാണാം. അപ്പൊ ഈ മോഷൻ എല്ലാം എന്താണ്? സെയിം ആണോ? അല്ല, ഡിഫറെന്റ് ആണ് അല്ലെ? അങ്ങനെ നമുക്ക് സ്പീഡ് ഡിഫറെന്റ് ആയിട്ടും സെയിം ആയിട്ടും ഒക്കെ പോകുന്നതിന് കുറച്ച് പേരുകളുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ്? യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ലീനിയർ മോഷൻ. അതാണ് നമുക്കിനി പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഈ ഒരു വേർഡിൽ തന്നെ, നമ്മുടെ ആ ഒരു ഹെഡിങ്ങിൽ തന്നെ എന്തൊക്കെ വേർഡ്സ് ആണുള്ളത്? യൂണിഫോം എന്നൊരു വേർഡ് ഉണ്ട്, നോൺ യൂണിഫോം എന്നൊരു വേർഡ് ഉണ്ട്, ലീനിയർ മോഷൻ എന്നൊരു വേർഡ് ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് ഈ ലീനിയർ മോഷൻ എന്നുള്ളത്. എന്താണ് ലീനിയർ മോഷൻ? നമ്മൾ ഗ്രേഡ് 6 പഠിച്ചിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനിലൂടെ പോകുന്ന ഒരു ഒബ്ജക്റ്റിന് നമ്മൾ പറയുന്നതാണ് ലീനിയർ മോഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലീനിയർ മോഷൻ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് യൂണിഫോം, എന്താണ് നോൺ യൂണിഫോം മോഷൻ എന്ന് നോക്കാം. അപ്പൊ ലീനിയർ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രെയിൻ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്ക് ആണ് ഇതല്ലേ? നിങ്ങൾക്ക് വളഞ്ഞൊന്നും കിടക്കുന്ന ട്രാക്ക് അല്ലല്ലോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൻ എങ്ങനെയുള്ള മൂവ്മെന്റ് ആണ്? ഒരു ലീനിയർ മോഷൻ ആണ് അല്ലെ? ഈ സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ പോകുന്നത് കൊണ്ട് ഈ ട്രെയിൻ എന്താണ്? ഒരു ലീനിയർ മോഷൻ ആണ് നമ്മൾ പഠിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കിക്കേ. നമുക്കറിയാം ഇവിടെ ഒരു എ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്, ഡി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ട്. എ ടു ഡിയിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ട്രെയിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കും അല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെന്താണ്? ഒരു കറക്റ്റ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ അങ്ങ് പോകും. പിന്നെ നമ്മുടെ എത്താറാകുമ്പോൾ പിന്നെ എന്താണ്? അത് ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എ ടു ഡി വരെ അതിന്റെ ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ്? കുറഞ്ഞ് കറക്റ്റ് ആയിട്ടൊരു കോൺസ്റ്റന്റ് സ്പീഡിൽ അങ്ങനെ പോയി പിന്നീട് കുറഞ്ഞ് എത്തും. ക്ലിയർ? അപ്പൊ അതൊരു യൂണിഫോം അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണോ?
അല്ല. അപ്പൊ അതെന്താണ്? ചേഞ്ച് ചെയ്യുന്നുണ്ട് സ്പീഡ് അല്ലേ? അപ്പൊ അൺചേഞ്ച് ചെയ്യുന്ന സ്പീഡാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മോഷന് വിളിക്കുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. എന്താണ് വിളിക്കുന്നത്? നോൺ യൂണിഫോം മോഷൻ. അപ്പൊ എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകുന്നത് എന്താണ്? സെയിം ഡ്രസ്സ് അല്ലെ? സെയിം ഡ്രസ്സ്. അതിനെന്താണ് വിളിക്കുന്നത്? നമ്മൾ യൂണിഫോം എന്നാണ് വിളിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരേപോലെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ, എല്ലാവരും ഒരേപോലെ ആവാനായിട്ട് നമ്മൾ എന്താണ് യൂണിഫോം ധരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. അതുപോലെ നമ്മളിതാ ഇവിടെ ഈ ഒരു ട്രെയിനിന്റെ കാര്യം എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ടു ഈ സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് വരെ അതെങ്ങനെയാണ് പോകുന്നത്? ഒരേ കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ ആ കോൺസ്റ്റന്റ് ആയിട്ട് സ്പീഡ് ഒന്നും ചേഞ്ച് ചെയ്യാതെ ആ പോകുന്ന അതിനെ എന്താണ് വിളിക്കുന്നത് നമ്മള്? യൂണിഫോം സ്പീഡ് എന്ന്. ഇപ്പൊ യൂണിഫോം എന്ന് പറയുമ്പോൾ ഒരുപോലെ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ആനുവൽ ഡേക്ക് പോകുന്നത് എങ്ങനെയാണ്? പലരും പല ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. അപ്പൊ അത് യൂണിഫോം ആകുമോ? ഇല്ല. അപ്പൊ അതിനെ എന്താണ് വിളിക്കുന്നത്? നോൺ യൂണിഫോം. അത് തന്നെയാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എൻഡ് ചെയ്യുന്നത് വരെ അങ്ങനെ എന്താണ്? നോൺ യൂണിഫോം ആയിട്ടുള്ള മോഷനാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി എന്താണ് യൂണിഫോം ലീനിയർ മോഷൻ? എന്താണ് നോൺ യൂണിഫോം ലീനിയർ മോഷൻ എന്ന് പറയുന്നത്? വളരെ എളുപ്പമാണ്. എന്താണ് ലീനിയർ മോഷൻ എന്ന് നിങ്ങൾക്കറിയാം, എന്താണ് യൂണിഫോം എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്നതാണ് യൂണിഫോം ലീനിയർ മോഷൻ. അതായത് ഒരേപോലെ കോൺസ്റ്റന്റ് സ്പീഡും ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈനും ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് നോക്കാം. An object moving along a straight line with constant speed is said to be uniform linear motion. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോൺ യൂണിഫോം ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലീനിയർ മോഷൻ ആയിരിക്കണം. അതായത് സ്ട്രെയിറ്റ് ലൈനും ആയിരിക്കണം. പിന്നെന്താണ്? ആ സ്പീഡ് കോൺസ്റ്റന്റ് ആവാതെ ഇങ്ങനെ ഡിഫർ ചെയ്തുകൊണ്ടും ഇരിക്കണം. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നോൺ യൂണിഫോം മോഷൻ. If the speed of an object moving along a straight line keeps changing, it is said to be non-uniform motion. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കിക്കേ. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ 2 ട്രെയിൻസ് ഇൻ ഈക്വൽ ടൈം ഇന്റർവൽ ഓഫ് 10 മിനിറ്റ്സ്. ഈക്വൽ ടൈം ഇന്റർവൽ ആണ് കൊടുത്തിരിക്കുന്നത്. 2 ട്രെയിൻ ആണ്. ഒന്നൊരു എക്സ് എന്ന് പറഞ്ഞ ട്രെയിനും ഒന്ന് ഒരു വൈ എന്ന് പറഞ്ഞ ട്രെയിനും. നിങ്ങൾ നോക്കിക്കേ, 10 o'clock ആണ്. പിന്നെ 10 10:20 10:30. എന്താണ് ഒരു ഡിഫറൻസ്? ഒരു 10 മിനിറ്റ് ഡിഫറൻസ് ആണ് ടൈം പീരീഡ് കാണിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ട്രെയിൻ എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ട്രെയിൻ വൈയുടെയും പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഒന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ട്രെയിൻ എക്സ് ഓരോ മിനിറ്റ്, അതായത് 10 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ കീപ്പ് ചെയ്യുന്നത്? നോക്കിക്കേ, 10 20 20 20 20 അങ്ങനെയല്ലേ പോകുന്നത്? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല അല്ലെ? ഇവിടെയും 20 40 60 80 100 അതും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിന്റെ പൊസിഷൻ അല്ലെ? പൊസിഷൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഡിസ്റ്റൻസ് തന്നെ നോക്കിക്കോളൂ. സെയിം അല്ലേ? ഓക്കെ. ഇനി വൈ ആണെങ്കിൽ നോക്കിക്കേ, ഡിസ്റ്റൻസ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 20-ലായി. പിന്നെ ഒരു 20 മിനിറ്റ്, അടുത്ത 10 മിനിറ്റ് ആയപ്പോൾ 15 അതിന്റെ ഡിസ്റ്റൻസ്. അതായത് ഇങ്ങനെ ആ സ്പീഡ് കൂടിയും കുറഞ്ഞും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും യൂണിഫോം, ഏതായിരിക്കും നോൺ യൂണിഫോം? നമ്മുടെ ട്രെയിൻ എക്സ് ആണ് എന്തെന്ന് പറയുന്നത്? യൂണിഫോം ആയിട്ടുള്ള ഒരു മോഷൻ പോകുന്നത്. എന്നാൽ ട്രെയിൻ വൈ എന്താണ്? നോൺ യൂണിഫോം ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ എല്ലാവരും ഇതുപോലെ ഒരു കറക്റ്റ് ആയിട്ട്, ഇപ്പൊ നിങ്ങളുടെ ഒരു നിങ്ങൾ സൈക്കിളിൽ പോകുന്നവരുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ നടന്നു പോയാൽ തന്നെയും നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈനൂടെ കറക്റ്റ് ഒരേ സ്പീഡിലും ആ ഒരു കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കുമോ പോകുന്നത്? അല്ല അല്ലെ? നമുക്ക് ചില സമയത്ത് സ്പീഡ് കൂടും, ചില സമയത്ത് സ്പീഡ് കുറയും. അപ്പൊ ഈ യൂണിഫോം ലീനിയർ മോഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയലൈസേഷൻ ആണ്. എവറിഡേ ലൈഫിൽ നമുക്ക് അങ്ങനെ ഒരു യൂണിഫോം ലീനിയർ മോഷൻ എന്താണ് കാണാൻ ചാൻസ് കുറവാണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്താണ്, ഇൻ എവറിഡേ ലൈഫ് we seldom find object moving with a constant speed over long distance or for long interval of time. That is why we have to use average speed. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എല്ലാത്തിൻ്റെ ഒരു ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ നട്ട്ഷെൽ പോയിന്റും കൂടെ ഒന്ന് നോക്കാം.
ത്തിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം എന്താണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു പെൻഡുലം ഒരു കംപ്ലീറ്റ് 1 ഓസിലേഷൻ എടുക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ദ ടൈം ടേക്കൺ ബൈ ദ പെൻഡുലം ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് എ ഗിവൺ ലെങ്ത് ഈസ് എ കോൺസ്റ്റന്റ് അറ്റ് പ്ലേസ്. നമുക്കറിയാം ഒരു ഗിവൺ ലെങ്ത്തിൽ അതിന്റെ ടൈം പീരീഡ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ലെങ്ത് കൂട്ടിയും ലെങ്ത് കുറച്ചൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലെ. ഇനി എന്താണ് ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്? സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ സ്മോൾ എസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ദ ആവറേജ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കാണാതെ പഠിക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ ആയല്ലോ? ഇനി ആൻ ഒബ്ജക്ട് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? ലീനിയർ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ കൂടെ അത് കോൺസ്റ്റന്റ് സ്പീഡും കൂടെ ആണെങ്കിൽ നമ്മൾ അതിനെ യൂണിഫോം ലീനിയർ മോഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഇഫ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ കീപ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നോൺ യൂണിഫോം ലീനിയർ മോഷൻ. അപ്പൊ ക്ലിയർ ആയല്ലോ ഈ ചാപ്റ്റർ? ഇനി നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞതുപോലെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഇതിന്റെ ആ ഒരു എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത ഏത് ചാപ്റ്റർ ആണ് വേണ്ടത് അത് കമന്റ് ചെയ്യുക. ക്ലിയർ? അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു.